സിനിമാ ലോകം ഇപ്പൊ ആ റിവ്യൂ എല്ലാം കാണാറുണ്ട്. അപ്പൊ ഈ സിനിമയ്ക്കൊന്ന് റിവ്യൂ ചേട്ടൻ കണ്ടായിരുന്നു? അത് ചേട്ടനെ ടാർഗറ്റ് ചെയ്യുന്ന തോന്നിയിട്ടുണ്ടോ? സിനിമയുടെ വലിപ്പം നോക്കാൻ സംസാരിക്കുന്ന തോന്നിയിട്ടുണ്ടായിരുന്നു? അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിൽ നിന്ന് പ്രത്യേകിച്ച് ഇപ്പൊ എൻ്റെ കഴിഞ്ഞ കുറച്ച് സിനിമകളൊക്കെ പറഞ്ഞ കുറേ അധികം സിനിമ അവസാനം ഓടി എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് തിയേറ്ററിലേക്ക് ഓടിയത്. പക്ഷേ നമുക്ക് കമേഴ്ഷ്യലി വയബിളായ സിനിമകളുണ്ട്. മലയാളി ഫ്രം ഇന്ത്യ തിയേറ്ററിൽ ഓടിയില്ലെങ്കിൽ പോലും നമുക്ക് ബിസിനസ് വൈസ് വയബിളായി. അതിനുശേഷം അധികം കഴിഞ്ഞ വർഷമല്ല. അപ്പോൾ കുറച്ച് സിനിമകൾ കഴിഞ്ഞ വർഷത്തെ ചെയ്ത പിന്നീടുള്ള സിനിമകളൊക്കെ ബാഡ് ബോയ്സിൽ നിന്ന് ഞാൻ ഹീറോ സെൻട്രിക് ആയിട്ട് ചെയ്ത പടങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നീട് ഇപ്പോൾ വന്ന സിനിമകളൊക്കെ എൻ്റെ പേരിൽ 13 സിനിമയുണ്ട്. പക്ഷേ ഇതിലൊന്നും ഞാൻ നായകനൊന്നുമല്ല. ബാഡ് ബോയ്സ് ഞാൻ നായകനല്ല, മലയാളിയിൽ ഞാൻ നായകനല്ല, ഞാൻ നടികറിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ 13 ഞാൻ ചെയ്ത സിനിമകൾ കൂട്ടുന്നുണ്ട്. അത് എന്ത് വകയിലാണ് ഈ 13 സിനിമ കൂട്ടുന്നത് എനിക്കറിയില്ല. ഓശാന എന്ന് പറഞ്ഞ സിനിമയിൽ അതിന് ഞാൻ നായകനല്ല. ഞാൻ നായകനായിട്ടുള്ള 4-5 സിനിമയോ ഉള്ളൂ. വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാൻ പറഞ്ഞു വരുമ്പോൾ അതിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ലീഡ്, വൺ ഓഫ് ദ ലീഡ്. അതിലും മൾട്ടി സ്റ്റാർ സിനിമകളാണ്. അപ്പം പക്ഷെ ഇതിൻ്റെയൊക്കെ ബാഗേജ് നമ്മുടെ തലയല്ല. ഈ പറയുന്നത് ഇപ്പം മാലാഖ ഇന്നലെ ഇറങ്ങി സൗബിൻ നായകനായിട്ടുള്ള സിനിമയാണ്. അതും എൻ്റെ തലയിലാണ്. എന്താ നമുക്ക് മനസ്സിലാവില്ല. അശ്വതിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നമ്മൾ പ്രതീക്ഷ കൊടുക്കാതെ തന്നെ ഇത്രയും സിനിമകൾ നമ്മുടെ മോശമായിട്ട് തന്നെ ഇവരെന്തിനാണ് ഇത് ഫസ്റ്റ് ഡേ പോയിട്ട് നമ്മളെ സിനിമ കാണുന്നത്? പ്രതീക്ഷ കൊടുക്കാതിരിക്കുന്ന ആൾക്കാരെന്ന് സിനിമ എന്തിനാണ് കാണുന്നത്? സോ അവർക്ക് അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും ഫസ്റ്റ് ദിവസം പോയിട്ട് അവർ സിനിമ കാണുന്നു. എന്തുകൊണ്ടാണ് 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം, 3 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഒരു പ്രതീക്ഷയില്ലാത്ത എൻ്റെ സിനിമകൾ പോയിട്ട് ഫസ്റ്റ് ദിവസം കാണുന്നതിന് ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണം ഒന്നേ ഉള്ളൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അശ്വന്തിന് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുക സ്വാഭാവികമായിട്ടും എൻ്റെ പടങ്ങളെ റിവ്യൂ ചെയ്യുമ്പോഴും. അപ്പോൾ അവൻ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ അശ്വന്ത് നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ്. ഞാൻ അശ്വന്തായിട്ട് സംസാരിക്കുന്ന ആളാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട് ഞങ്ങൾക്കിടയിൽ, സൗഹൃദമുണ്ട്. കാരണം എന്നെ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ ആദ്യം സംസാരിച്ച ഒരാൾ അശ്വന്താണ്. ഞങ്ങൾ ഇൻ്റർവ്യൂവിൽ ഇരുന്നിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതിന് ശേഷം. അപ്പോൾ ആ രീതിയിൽ അശ്വന്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇതും അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നൊരു മേഖലയാണ് അവർക്ക്. സോ അവരുടെ റിവ്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഡേ എൻ്റെ സിനിമ ഒരു പ്രതീക്ഷയില്ലാത്ത എൻ്റെ സിനിമ പോയി കാണണമെങ്കിൽ അതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. അത് ഒറ്റ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇതുണ്ട്. ആ അജണ്ട ഒന്നുമല്ല. കൃത്യമായിട്ട് നമ്മളെ സിനിമകൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്, നമ്മളും ഇതേ പൈസക്ക് വേണ്ടിയാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്, നമ്മൾ സിനിമ എടുക്കുന്നത്. അവരും അതേ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് ഫസ്റ്റ് ഡേ പോയിട്ട് റിവ്യൂ കണ്ടിട്ട് ഇടണമെന്ന് നിർബന്ധമൊന്നുമല്ലോ. കാരണം രാവിലെ ഒരു റിവ്യൂ വരുന്നു, 2 റിവ്യൂ വരുന്നു, 3ാമത്തെ റിവ്യൂ വരുമ്പോൾ അശ്വനന് സ്വാഭാവികമായിട്ടും അതിൻ്റെ മുകളിൽ ഒരു സാധനം പറഞ്ഞാൽ മാത്രമേ അശ്വനന് അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ പുള്ളിയുടെ അത് എന്താ പറയണ്ടത്, അത് പുള്ളിയുടെ എത്തിക്സും പുള്ളിയുടെ പരിപാടി കാര്യങ്ങൾ, അതിൽ നമുക്ക് യാതൊരു പരാതിയോ ഇതുമില്ല. കാരണം അവരവരുടെ അഭിപ്രായം പേഴ്സണൽ അഭിപ്രായങ്ങളാണല്ലോ. ഇതൊക്കെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ. പക്ഷേ പിന്നെ ഓർഗാനിക്കായിട്ടൊരു ഓഡിയൻസ് വരും. കാരണം നമ്മളിപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഡേ ഇങ്ങനത്തെ നെഗറ്റീവ്സും പരിപാടിയൊക്കെ വന്നുകൊട്ടെ. കാരണം അവരൊക്കെ ഇപ്പം ക്രിട്ടിക്സ് ആയി എന്ന് വെച്ചാൽ ഇവിടെ സിനിമ ക്രിട്ടിക്കായി. അപ്പോൾ ക്രിട്ടിക്കിനെ കൺവിൻസ് ചെയ്ത്, കാരണം വലിയ സിനിമകൾ പല ടൈപ്പ് ഓഫ് സിനിമകൾ ഇത് വളരെ കുഞ്ഞു സിനിമയല്ലേ. അപ്പോൾ അത്തരത്തിൽ എല്ലാ ടൈപ്പ് ഓഫ് സിനിമകൾ വരുമ്പോൾ ഒരു വലിയ നല്ല ഭയങ്കര സോളിഡ് ഒരു സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇത് കാണുമ്പോൾ ഇതൊന്നും തോന്നില്ല നമുക്ക്. കാരണം ഇത് ആ രീതിയിൽ വളരെ സ്കെയിൽ പറഞ്ഞിട്ട് ചെറിയ സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര മെറിറ്റുള്ള ഒരു സിനിമ, ക്വാളിറ്റി സിനിമ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിനിമ കാണുമ്പോൾ ഇതെന്ത് സിനിമയാണെന്ന് തോന്നിപ്പോകും. കാരണം അങ്ങനെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമയല്ല. പക്ഷേ വളരെ സാധാരണക്കാരായിട്ടുള്ള വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ആ സിനിമയെ ആസ്വദിച്ച് ഇത്ര സീരിയസ് ആയിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത്. ആ രീതിയിൽ സിനിമയെ കാണുന്നവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല ഈ സിനിമ. ആ രീതിയിൽ കാണാതെ വലിയ ഇൻഹിബിഷനൊന്നും ഇല്ലാതെ പോയി സിനിമയെ ആസ്വാദനത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഓക്കെ സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് നമുക്ക് അത്രയും പോസിറ്റീവ് കുറേ സാധനത്തിൽ നിന്ന് വന്നതോടുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് സിനിമ കാണാൻ. അല്ലെങ്കിൽ നമ്മളൊരു സാധനം പോയി കഴിഞ്ഞാൽ നമ്മളൊരിക്കലും പിന്നെ ഐറിയിലോട്ട് പോകില്ല. പക്ഷേ എന്നാൽ പോലും അത്യാവശ്യം തിരക്കേടില്ലാതെ പിന്നീട് ഈ കഴിഞ്ഞ എല്ലാ ദിവസവും ഇന്നലെയൊക്കെ ആയിട്ട് നമുക്ക് വന്ന റിവ്യൂസ് പിന്നീട് പോസിറ്റീവായി തുടങ്ങിയതുകൊണ്ട് വന്നു. ലേറ്റസ്റ്റ് ആയിട്ട് ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ധ്യാൻ ശ്രീനിവാസൻ എങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അശ്വന്ത് കോക്ക് ആ ഒരു സിനിമയ്ക്കെതിരെ ഭയങ്കര നെഗറ്റീവായിട്ട് കൊള്ളില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഓഡിയൻസ് കുറച്ചധികം പേർക്ക് ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം സിനിമ പിന്നെയും കണ്ടതിന് ശേഷം ധ്യാൻ ശ്രീനിവാസൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്താണ് ഈ ഒരു ഓൺലൈൻ മീഡിയ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അശ്വന്ത് കോക്ക് ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂ കിട്ടല്ലോ, അതിൻ്റെ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ധ്യാൻ ശ്രീനിവാസൻ അത് വളരെ പക്വതയായിട്ടാണ് ആ ഒരു കാര്യത്തെ എടുത്തത്. സാധാരണ എന്ന് പറഞ്ഞ് ഇങ്ങനെ റിവ്യൂസ് നെഗറ്റീവ് പറയുമ്പോഴത്തേൻ്റെ ഈ സിനിമയെ പറ്റിയുള്ളവരൊക്കെ ആണെങ്കിൽ സിനിമയുടെ ഡയറക്ടർ അങ്ങനെ അല്ലെങ്കിൽ ആക്ടേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഇവർക്കെതിരെ ഇവരെന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇവർക്കെതിരെ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യാറുണ്ട്. പക്ഷേ
ധ്യാൻ ശ്രീനിവാസൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതിപ്പം കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയാം. അതുപോലെ തന്നെ ഇവർക്കും ഇതേ കണക്ക് ഫസ്റ്റ് ഇപ്പോൾ എൻ്റെ പടം വലിയൊരു ഹൈപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, എന്നിട്ട് പോലും ഫസ്റ്റ് ദിവസം പോയി പൈസ മുടക്കി കാണണമെങ്കിൽ ഇത് വെച്ചൊരു കണ്ടൻറ്റ് അവർക്ക് കിട്ടും എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രമാണ്. അപ്പം ഇതെല്ലാം എല്ലാവരും ബിസിനസ് പോലെ അല്ലെങ്കിൽ ക്യാഷിന് വേണ്ടിയൊക്കെ തന്നെയാണ്. അപ്പോഴത്തേന് എല്ലാവർക്കും നെഗറ്റീവോ അല്ലെങ്കിൽ റിവ്യൂസൊക്കെ പറയാനുള്ള അധികാരമുണ്ടെന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത്. എനിക്കത് പറഞ്ഞോട് 100% യോജിപ്പുണ്ട്. ഇപ്പം അവരവരെ ഇപ്പം അശ്വിൻ കോക്കാണെങ്കിൽ ആ ദിവസം പോയി തന്നെ ഇത് കാണുന്ന അവർക്കും റവന്യൂ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി അത് റൈറ്റായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് എന്താണ് തോന്നിയെന്നുള്ളത് അതൊരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. ബാക്കിയല്ല, ഓരോരുത്തർ ഈ റിവ്യൂസായിട്ട് പറയുന്ന പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. നിങ്ങൾക്ക് പോയി കാണണം, നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാതിരിക്കില്ല. അത് ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് റിവ്യൂർ പറഞ്ഞത് നല്ല പടമെന്നായിരിക്കാം, പക്ഷേ അത് നിങ്ങൾക്ക് ചിലപ്പം മോശം പടമായിട്ടൊക്കെ തോന്നാം. സോ ഇതൊക്കെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനും കാര്യങ്ങളുമാണ്. സോ അതുകൊണ്ട് തന്നെ ധ്യാൻ ശ്രീനിവാസൻ ഇതിന് കൊടുത്ത മറുപടി എനിക്ക് വളരെ റൈറ്റായിട്ട് അവർ റൈറ്റായിട്ടുള്ള സ്പിരിറ്റിൽ തന്നെ എഴുതിയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ കണക്കല്ല ധ്യാൻ ശ്രീനിവാസൻ അവർ സംസാരിച്ചത്.